പത്തനംതിട്ട ഹണി ട്രാപ്പ് പീഡനത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മർദ്ദനമേറ്റ രണ്ട് യുവാക്കളും രശ്മിയുമായി ചാറ്റ് ചെയ്തിരുന്നു. യുവാക്കൾക്ക് രശ്മിയുമായുള്ള ബന്ധം ജയേഷ് മനസ്സിലാക്കി. തുടർന്ന് ഇരുവരും ചേർന്ന് യുവാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. മർദ്ദനത്തിന് വിധേയരായ രണ്ട് യുവാക്കളും അടുത്ത ബന്ധുക്കളുമാണ്. വി ജയശങ്കർ ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റ രണ്ട് യുവാക്കളും ഈ രശ്മിയുമായി ചാറ്റ് ചെയ്തിരുന്നു എന്നടക്കമുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? അതായത് ഉന്മേഷ, ഈ ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ പരാതിക്കാരായ രണ്ട് യുവാക്കളും അടുത്ത ബന്ധുക്കളെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ രശ്മിയുമായും ഈ ആക്രമണത്തിനിരയായ രണ്ട് യുവാക്കളും സെക്സ് ചാറ്റ് ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ വാട്സപ്പ് ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ വഴിയാണ് ഇരുവരും രശ്മിയുമായി സെക്സ് ചാറ്റ് ചെയ്തിരുന്നത്. ഇത് പിന്നീട് ഒരു ഘട്ടത്തിൽ ജയേഷ് തിരിച്ചറിയുകയും ഇതിൻ്റെ പേരിൽ രശ്മിയും ജയേഷും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് ഇരുവരും തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. അതിനുശേഷമാണ് രണ്ട് യുവാക്കളെയും തന്ത്രപരമായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും ഒപ്പം തന്നെ ഇവരുടെ കയ്യിലുള്ള പണം ഉൾപ്പെടെ തട്ടിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇരുവരും എത്തുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ആഭിചാര ക്രിയകൾ ചെയ്യുന്നുണ്ടെന്ന തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ തോന്നലുണ്ടാക്കിക്കൊണ്ടാണ് എന്തായാലും ഈ ഒരു പീഡനവും മറ്റു കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പോലെ അഭിനയിക്കുക, അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക, പിന്നീട് ഇതിൻ്റെ പേരിൽ കൂടുതൽ പണം യുവാക്കളിൽ നിന്ന് തട്ടുക, അങ്ങനെ വിപുലമായ ലക്ഷ്യങ്ങളാണ് ഈ ദമ്പതികൾക്കുണ്ടായിരുന്നെന്നാണ് മനസ്സിലാകുന്നത്. ഈ സംഭവങ്ങളുടെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ ഈ ജയേഷ് തന്നെ ചിത്രീകരിക്കുകയും അവ മൊബൈൽ ഫോണിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മൊബൈലിലെ പ്രത്യേക ഫോൾഡറിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നിലവിൽ വെച്ചിരിക്കുന്നത്. റിട്രീവ് ചെയ്യാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ തവണ ഈ പാസ്വേഡ് തെറ്റായി കടിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്ന തരത്തിലാണ് ഇവ സെറ്റിങ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ശ്രമിച്ച് ഇത് സാഹസികമായ കാര്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ദൃശ്യങ്ങൾ ഇതാക്കാൻ നോക്കുന്നു. ഈ രണ്ട് യുവാക്കളും തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ജയേഷ് തിരിച്ചറിയുന്നു. പിന്നീട് ഇത് പ്രശ്നത്തിലേക്കാവുന്നു, പിന്നീട് ഒത്തുതീർപ്പാവുന്നു. അങ്ങനെ യുവാക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന തീരുമാനത്തിലേക്ക് രണ്ടുപേരും എത്തുകയായിരുന്നു. നമ്മൾ ആ ക്രൂര മർദ്ദനമൊക്കെ നടന്ന വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ രണ്ട് യുവാക്കളെ ക്രൂരമായി ചതയ്ക്കുന്ന സംഭവങ്ങളുണ്ടായത്. കെട്ടിത്തൂക്കി സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ സ്റ്റാപ്ലർ അടിച്ചു. റാന്നി സ്വദേശിയാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇവർ മർദ്ദിച്ചത്. പിന്നീട് ആലപ്പുഴ സ്വദേശിക്കും സമാനമായിട്ടുള്ള രീതിയിലുള്ള പീഡനം നേരിടേണ്ടി വന്നു. ആലപ്പുഴയിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ ആലപ്പുഴ സ്വദേശിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഈ ഭാര്യ രശ്മി ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചത്. എന്തായാലും സംഭവത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇത് ജയേഷിൻ്റെ തന്നെ ഫോണിലുണ്ട്. പക്ഷേ ആ ഫോണിൽ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്തതിനാൽ തന്നെ പോലീസിന് ഇത് റിട്രീവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് പറയുന്നു. എന്തായാലും ഈ സംഭവത്തിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ്. തൊട്ടടുത്ത് മറ്റ് വീടുകളില്ലേ ജയശങ്കർ? ഇങ്ങനെ ഒരു ക്രൂരമർദ്ദനമെന്ന് പറയുമ്പോൾ ഈ അത് തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ ഉണ്ടെങ്കിൽ അറിയാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്താണ് പറയുന്നത് ജയശങ്കർ? ഉന്മേഷ, ഇത് ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ വീടുള്ളത്. വീട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം 4 ചുമരും മുകളിലൊരു ഷീറ്റുമാണ് ഇവിടെയുള്ളത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. സമീപവാസികൾ ഒക്കെ അടുത്ത ആളുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അവരിത്തരം വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. നേരത്തെ നമ്മൾ ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരിത്തരം വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊരു പ്രതികരണമാണ് നടത്തിയത്. അത്രമാത്രം അടുത്തടുത്ത് വീടുകളുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ ജയേഷിനും ഭാര്യയ്ക്കും ഒന്നും തന്നെ നാട്ടുകാരുമായി വലിയൊരു തരത്തിലുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു ബന്ധവും ഇല്ല. ഈ ഇങ്ങനെ ഇവിടെ മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശബ്ദം എന്തെങ്കിലും കേട്ടിരുന്നു നിങ്ങൾ? ശബ്ദമൊന്നും കേട്ടില്ല, എല്ലാം നിശബ്ദത. ഓണസമയത്ത് ആരോ വന്നുപോയി എന്നൊക്കെ പറയുന്ന കേട്ടു. ശരി, ചെറുക്കനോട് ചോദിച്ചാൽ അവരാ. എന്തായാലും നാട്ടുകാരുൾപ്പെടെ ഈ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ പോലീസൊക്കെ എത്തിയ ഘട്ടത്തിലാണ് ഇങ്ങനൊരു പ്രശ്നക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നാട്ടുകാർക്കൊരു തിരിച്ചറിവുണ്ടാകും. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. നാട്ടുകാർ ഉൾപ്പെടെ കുറേ ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനൊരു സ്ഥലത്ത് എന്ത് ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രണ്ട് യുവാക്കളെ കൊണ്ടുവന്ന് ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നൊരു ചോദ്യം അതുപോലെ തന്നെ അങ്ങനെ നിലനിൽക്കുന്നു. ഇരുവർക്കും
ഇവർക്കും 2 മക്കളുണ്ട്. ആ മക്കളെ രശ്മിയുടെ വീട്ടിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ഈ വീടിനോട് ചേർന്ന് നടക്കുന്നതെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കോയിപ്പുറം പോലീസ് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തും. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഇനി അന്വേഷണം. ഈ ആറന്മുള സ്റ്റേഷനിലെടുത്ത FIR അത് കോയിപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നടപടികൾ പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട്. കാരണം ഒരു ഭാഗത്ത് അവിധ ബന്ധത്തെക്കുറിച്ച് പറയുന്നു, പക്ഷേ അതേ ഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് 2 യുവാക്കളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നു. മൊബൈൽ ഫോണും യുവാക്കളുടെ പണവുമൊക്കെ അപഹരിക്കുന്നു. അങ്ങനെ തന്ത്രപരമായി ബുദ്ധിപരമായി എന്തൊക്കെയോ ഗൂഢാലോചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു കൃത്യം എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. കാരണം അങ്ങനെ തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. എന്തായാലും തിരുവല്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ വിശദമായ ഒരു അന്വേഷണം കോയിപ്പുറം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ആ അന്വേഷണത്തിലായിരിക്കും ഇനി ഇതിൽ കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരിക. എന്തായാലും ഈ ജയേഷിനുൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് ആ നടപടികളിലേക്ക് ഉടൻ കടക്കും. എന്തായാലും വലിയ തോതിലുള്ള ഒരു അന്വേഷണം, ഒരു പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കാരണം നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഞെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം അവരൊന്നും ഇത്തരത്തിലൊരു സംഭവം ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പോലീസൊക്കെ ഇങ്ങോട്ട് എത്തുകയും പരിശോധനയൊക്കെ നടന്നൊരു ഘട്ടത്തിലാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് ഒരു അറിവുണ്ടായത്. അതിൻ്റെ ഒരു ഞെട്ടൽ നാട്ടുകാർ ഓരോ ആളുകളും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ ഇവിടെയായിരുന്നു താമസമെങ്കിൽ പോലും ഇവർക്ക് നാട്ടുകാരുമായും അങ്ങനെ വലിയ തോതിലുള്ള ഒരു ബന്ധം ഇവർ കാത്തു സൂക്ഷിച്ചിരുന്നില്ല. അതീവമായി സ്വകാര്യമായി ജീവിക്കുന്ന ഒരാളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര ഒരു ഇടപഴകൽ അടുത്തുള്ള വീടുകളുമായിട്ടൊന്നും ഇല്ല എന്ന് തന്നെയാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. എന്തായാലും വലിയ ദുരൂഹതയുള്ളൊരു കേസാണ്. പോലീസ് തന്നെയാണ് ഇതിൽ ഈ ദുരൂഹതകളൊക്കെ നീക്കി കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തേണ്ടത്. എന്തായാലും പോലീസ് നിലവിൽ ഈ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ ഇവർ കൂടുതൽ പേരെ ഇത്തരത്തിൽ ഹണി ട്രാപ്പ് എന്ന പേരിൽ ഇത്തരത്തിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നു. കാരണം ഈ പരാതി നൽകാൻ പലർക്കും മടിയാണ്, ഇല്ലെങ്കിൽ ഭയമാണ്, നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതിക്കാർ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നൊരു സംശയം പോലീസിനുണ്ട്. അത്തരത്തിൽ തന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തിരുവല്ല DYSP ആണ് ഇത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് നിലവിൽ. AB ജയശങ്കറാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.